ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 20,000 താഴെ ഒരു ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ബെസ്റ്റ് ഫോൺ അണ്ടർ 20,000 ആണ് നമ്മുടെ വീഡിയോ. 20,000 റേഞ്ചിൽ എന്തായാലും ഒരു അടിപൊളി ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് പോയി കണ്ണും പൂട്ടി എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഓരോ ഫോണിനും കാണും. അത് എങ്ങനെ നോക്കിയാലും നിങ്ങൾ പെർഫോമൻസ് നോക്കി എടുത്താൽ ചിലപ്പോൾ നല്ല ക്യാമറ ഉണ്ടാവില്ല, നല്ല ബാറ്ററി ഉണ്ടാവില്ല, അതൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് വരും. സോ ഇത്തരം വീഡിയോകൾ ആ ഒരു കൺഫ്യൂഷനുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടും. അതായത് നമ്മൾ ഇതിൽ നിന്ന് ചകഞ്ഞെടുത്ത് ഏറ്റവും നല്ലത് ഏതാണെന്ന് സോർട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കണ്ടു നോക്കൂ, ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരും, അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കൺ എന്നെ വിളിയാൻ മറക്കണ്ട. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും മികച്ച പെർഫോമൻസ് തരുന്ന ഫോൺ ഏതാണ്? അതായത് ഗെയിം കളിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു അടിപൊളി ഫോൺ വേണം. അതിൽ അത്യാവശ്യം നല്ല ക്യാമറയും നല്ല കർവ് ഡിസ്പ്ലേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവൽ പെർഫോമൻസ് തരുന്നത് IQ C10 ആണ്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന് പറഞ്ഞ പ്രോസറാണ്. 8 lakh ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇത് വേറെ ഒരു ഫോണും ഈ റേഞ്ചിൽ കിട്ടുന്നില്ല. സോ ടോപ്പ് ലെവലാണ്. 7300 mAh ബാറ്ററി, 90 വാട്ട് ചാർജിങ്, ക്വാഡ് കർവ് ഡിസ്പ്ലേ. ഒപ്പം തന്നെ ഒരു പ്രത്യേക സവിശേഷത കൂടിയുണ്ട്. 7300 mAh ബാറ്ററി, അത്രയും വലിയൊരു ബാറ്ററി സെറ്റപ്പ് വെച്ചുകൊണ്ട് വരുന്ന ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് സത്യമാണത്. എന്തായാലും ഈ രീതിയിൽ ഒരു ടോപ്പ് ലെവൽ പെർഫോമൻസ് തരുന്ന അടിപൊളി ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഒന്നാം തരം ഫോണാണ്. തീർച്ചയായിട്ടും ഈസി പിക്കാണ്. നമ്മൾ ആര് ചോദിച്ചാലും നമ്മൾ ഇത് പറയാറുണ്ട്, എന്നിട്ട് അതിന്റെ കാര്യങ്ങൾ കൂടി പറയാറുണ്ട്. സോ അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നുള്ളതല്ലേ. സംഗതി സെറ്റാണ് കേട്ടോ. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. നല്ല ബാറ്ററിയും ചാർജ് ഗെയിമിംഗ് എല്ലാം ഉണ്ട്, സെറ്റപ്പാണ്, എടുക്കാം. പക്ഷേ ഇതിലെ പ്രോബ്ലം നമ്മൾ പറയാറുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇതിലൊരു ഇഷ്യൂ ഒന്ന്, BGMI കളിക്കാം, അടിപൊളിയായിട്ട് കളിക്കാം, 60 FPS കളിക്കാൻ പറ്റുള്ളൂ, 90 FPS കിട്ടില്ല. സ്റ്റോറേജ് UFS 3.1 കാര്യങ്ങളൊന്നുമില്ല, UFS 2.2 തന്നെയേ വരുന്നുള്ളൂ. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല, സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ക്യാമറയിൽ ഒരു വൈഡ് ആംഗിൾ ക്യാമറയില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഗെയിമിങ്ങിന് വേണ്ടി എടുക്കുമ്പോൾ ടോപ്പ് പെർഫോമൻസ് കിട്ടുമെങ്കിലും ആ FPS കുറവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 90 FPS ഗെയിം കളിക്കാൻ പറ്റുന്ന ഫോണുകൾ ഈ പ്രൈസിൽ കിട്ടാനുണ്ട്. അതേപോലെ സിംഗിൾ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല എന്നുള്ളതൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് വരും. ചിന്തിച്ച് നോക്കുക. ഈ പറഞ്ഞ നെഗറ്റീവുകൾ നമ്മൾ ഈ വീഡിയോയിൽ മൊത്തത്തിൽ പ്രോസ് ആൻഡ് കോൺസ് രണ്ടും പറയുന്നുണ്ട് ഓരോ ഫോണുകളിലും. സോ ഈ നെഗറ്റീവുകൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഈ ടോപ്പ് പെർഫോമറെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. IQ C10. ഞാനിത് പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഫോണാണ്. പക്ഷേ ഇതിൽ ഈ പോരായ്മകൾ പറഞ്ഞുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഈ പോരായ്മകൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഇത് ചൂസ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഈ പോരായ്മകളൊന്നും പറ്റില്ല, നമുക്ക് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു നല്ല ഗെയിമിംഗ് ഫോണാണ് വേണ്ടതെങ്കിൽ ഇത് നോക്കണ്ട. ഇതിന്റെ വില 21,990 ആണ്. 2000 ICC ബാങ്ക് ഓഫർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 20,000 കിട്ടും. അതാണ് ഇതിന്റെ ഒരു വസ്തുത. അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഇതല്ല വേണ്ടത്. നമുക്ക് സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെറ്റപ്പ് സാധനം വേണം. 90 FPS BGMI കളിക്കണമെങ്കിൽ ഇതല്ല നോക്കേണ്ടത്. Realme Narzo 80 Pro എന്ന് പറയുന്ന ഫോൺ നോക്കിയാൽ പക്കയായിരിക്കും. ഇതിൽ വരുന്ന Dimensity 7400 എന്ന പ്രോസറാണ്. മറ്റേതിൻ്റെ അത്രയും വരില്ല, അതിനേക്കാൾ കുറച്ച് കുറവാണ് ഇതിന്റെ പെർഫോമൻസ് ഉണ്ടാവുക. പക്ഷേ ഈ ഫോണിൽ നിങ്ങൾക്ക് 90 FPS BGMI കളിക്കാം. കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങൾക്ക് ഇതിൽ വരുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ UFS 3.1 സ്റ്റോറേജ് തന്നെ കിട്ടുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 80 വാട്ട് ചാർജിങ്ങും ഒക്കെ വരുന്നുണ്ട്. ഒപ്പം തന്നെ IP69 വാട്ടർ റേറ്റിംഗും ഉണ്ട്. സോ ഡ്യൂറബിൾ ആയിട്ട് നൈസായിട്ട് എല്ലാതരം ഫീച്ചേഴ്സും അടക്കം പക്കാവായിട്ട് ഈ ഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. 90 FPS BGMI കളിക്കാനും പറ്റും. സോ നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി ഒരു ഫോൺ എടുക്കുന്നു, അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല FPS ഗെയിം കളിക്കണം ആഗ്രഹമുള്ളവരാണെങ്കിൽ നല്ല ബാറ്ററിയും ചാർജിങ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നുള്ളത് എൻ്റെ സജഷൻ. പക്ഷേ 60 FPS കളിച്ചാൽ മതി ഞങ്ങൾക്ക് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നല്ലത് മറ്റേത് തന്നെയാണ് IQ C10. അതല്ലെങ്കിൽ ഇത് നോക്കാം. സോ ഈ രണ്ട് ഫോണുകൾ തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും നല്ല ഫോണുകളായിട്ട് ഞാൻ പറയുന്നത് ഓർത്ത് വെക്കുക. പിന്നെ ഈ ഒരു ഫോൺ എനിക്ക് വലിയ നെഗറ്റീവ് ഒന്നും പറയാനില്ല കേട്ടോ. അത്യാവശ്യം നല്ലതാണ്. ഇതിന്റെ ക്യാമറ അത്ര കണ്ട് പോരാ, എന്നാലും അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി. ഇതിന്റെ വില ഇപ്പോൾ റിയൽമിയുടെ സൈറ്റിൽ 17,990 കാണിക്കുന്നുണ്ട്. ആക്ച്വലി 19,990 ആണ്. അവരുടെ എന്തോ ഒരു കൂപ്പൺ കോഡ് ഓഫർ വെച്ചുകൊണ്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുന്നുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. നോക്കി നോക്കൂ, ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഫോണുകളൊന്ന് മൈൻഡിൽ വെക്കാം. ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ. എന്നാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രാൻഡുകളുടെ ഒക്കെ പെർഫോമൻസ് ഉള്ള ഫോണാണ് വേണമെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ബ്രാൻഡ് നോക്കി ഫോൺ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനിവിടെ പറയുന്നുണ്ടെന്ന്. അതായത് വിവോ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വിവോ T4 എടുക്കാം. അത് ഈ IQ C10ന്റെ വേറൊരു പേര് വെച്ച് വന്നിരിക്കുന്നേ ഉള്ളൂ. C10 തന്നെയാണ് D4. ചിന്തിക്കാനൊന്നുമില്ല. അതും ഈ പറഞ്ഞ 60 FPS BGMI കളിക്കാൻ പറ്റുന്ന അടിപൊളി സെറ്റപ്പാണ്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 തന്നെയാണ് പ്രോസർ. 7300 mAh ബാറ്ററി, 90 വാട്ട് ചാർജിങ്, എല്ലാം സെയിം ആണ്. ഞാൻ വീണ്ടും പറയുന്നില്ല. T4 വിവോ ആണ് വേണ്ടതെങ്കിൽ T4 എടുക്കാം. സർവീസ് ഒക്കെ വിവോയുടെ തന്നെയാണ്. IQ ആയാലും വിവോ ആയാലും ഒക്കെ വിവോയുടെ സർവീസ്. ഇനി അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഓപ്പോടെ വേണം എന്നാണെങ്കിൽ ഓപ്പോടെ ഒരു അടിപൊളിയായിട്ടുണ്ട്. ഓപ്പോ K13 ഇതേ സെറ്റപ്പാണ്. 60 FPS ഗെയിം കളിക്കാം, സെറ്റാണ്. സ്നാപ്ഡ്രാഗൺ 6 Gen 4 പ്രോസറാണ് വരുന്നത്. അതിൽ LPDDR4X RAM, UFS 3.1 സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. സോ ഓവറോൾ നല്ല പെർഫോമൻസ് കിട്ടും. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്ന് രണ്ട് കാര്യം എന്ന് പറയുന്നത്, ഒന്ന് 6.67 ഇഞ്ച് വരുന്ന നല്ല AMOLED ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. പക്ഷേ അത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഒരു ക്വാഡ് കർവ്ഡ് അല്ലെങ്കിൽ കർവ്ഡ് ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും സെറ്റ് ആയിരിക്കും. ഇതിൽ പക്ഷേ 7000 mAh ബാറ്ററിയും 80 വാട്ട് ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ അടക്കം വരുന്നുണ്ട്. C10ന്റെയും T4ന്റെയും പോലെയല്ല, ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ അടക്കം വരുന്നുണ്ട്. സോ ഇത് നല്ല സെറ്റപ്പാണ്. ഗെയിമിംഗ് 60 FPS പറ്റുള്ളൂ. പക്ഷേ ഓപ്പോടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാം. ഇനി ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് പോക്കോ ബ്രാൻഡിന്റെ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ X7 ആണ് ഓപ്ഷൻ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, സെറ്റ്. Dimensity 7300 അൾട്ര എന്ന് പറയുന്ന പ്രോസറാണ്. നല്ല പെർഫോമൻസ് കിട്ടും. 60 FPS BGMI കളിക്കാൻ പറ്റുള്ളൂ, അത് മറക്കണ്ട. 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. സോണി ക്യാമറ സെറ്റപ്പ്, IP66, 68, 69 അങ്ങനെ എല്ലാ റേറ്റിംഗ് കൊണ്ട് Gorilla Glass Victus 2 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ല റേറ്റുമാണ്. അത് പോക്കോ വേണമെന്നുള്ളവർക്ക് അത് എടുക്കാം. അതെടുത്താലും അടിപൊളി പെർഫോമൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പല ബ്രാൻഡിന്റെ ആയിട്ട് ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ പെർഫോമൻസ് ഉള്ള ഫോൺ നോക്കുന്നെങ്കിൽ എടുക്കേണ്ടത്
ഈ പറഞ്ഞ ഫോണുകളിലൊക്കെയാണ്. നാർസോ 80 Pro ആണ് നന്നായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു, കാരണം അതിലെല്ലാം ഉണ്ട് 90% BGM. ഇനി നമ്മൾ ഈ ഒരു റേഞ്ചിൽ സാംസങ്ങിൻ്റെ ഒരു ഫോൺ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ A35 എന്ന് പറയുന്ന സാംസങ് ഫോൺ എടുക്കാം. വലിയ സംഭവമൊന്നും പറയാനില്ല, അത്യാവശ്യം നല്ല സാംസങ് വാലറ്റ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 120% AMOLED ഡിസ്പ്ലേ ഉണ്ട്, അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പാണ്. Exynos 1380 എന്ന പ്രോസസ്സറാണ്. അത് പലർക്കും ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ സാധാരണ യൂസിനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. 3-4 കൊല്ലമൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന നൈസായിട്ട് നോർമൽ യൂസ് ഭംഗിയായിട്ട് നടക്കും. A35 മറക്കണ്ട. വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഫോൺ കൂടി പറയുമ്പോൾ വൺപ്ലസിന്റെ ഏതെങ്കിലും ഫോൺ വേണമെന്നുണ്ടെങ്കിൽ OnePlus C4 Lite OnePlusന്റെ ഫോൺ രീതി നിങ്ങൾക്ക് എടുക്കാം. അതിൽ 5500 mAh ബാറ്ററിയും 80 വാട്ട് ചാർജിങ്ങും നല്ല OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെറ്റപ്പാണ്, കാണാനും നൈസായിട്ടുണ്ട്. സോണി ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. സോ OnePlus C4 Lite OnePlus വേണമെന്നുള്ളവർക്ക് എടുക്കാം. വേറെ ഓപ്ഷൻ ഒന്നുമില്ല അവിടെ. അത് OnePlusന് ആ ഒറ്റ ഓപ്ഷനാണ് ഏറ്റവും നല്ലതുള്ളത്. സോ അപ്പോൾ അങ്ങനെയാണ് പെർഫോമൻസ് നോക്കിയും ബ്രാൻഡ് നോക്കിയും ഫോൺ എടുക്കുന്നവർക്കുള്ള ഫോണുകൾ. ഇനി നമുക്ക് ഒരു നല്ല ഓൾറൗണ്ടർ ഫോൺ, ഗെയിമിംഗ് അല്ല, ഓൾറൗണ്ടർ, നല്ല ക്യാമറ ഉണ്ടാവണം, ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും 4K വീഡിയോ ഷൂട്ട് ചെയ്യണം, അങ്ങനെ എല്ലാ തരം നല്ല സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് കാര്യങ്ങൾ, പരസ്യ ആപ്ലിക്കേഷനുകളുടെ ശല്യമില്ലാതെ നൈസായിട്ട് ഉപയോഗിക്കാൻ ഒരു ഫോൺ വേണമെങ്കിൽ ഓൾറൗണ്ടർ ഫോൺ എന്ന് പറയുമ്പോൾ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ ആണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ഐറ്റവും അത് തന്നെയാണ്. പക്ഷേ ഡീറ്റെയിൽ റിവ്യൂ കണ്ടു നോക്കിയിട്ട് മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇതിൽ എല്ലാം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന് പറയുന്ന പ്രോസറാണ് വരുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും ഇതിനകത്ത്. 5000 mAh ബാറ്ററിയും 67 വാട്ട് ചാർജിംഗ് ഉണ്ട്, NFC ഉണ്ട്. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പുമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു ഫോണാണ് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ. ഓൾറൗണ്ടർ ഫോൺ നോക്കുന്നവർക്ക് ഇതാണ്. ക്യാമറ, പെർഫോമൻസ് കാര്യങ്ങൾ എല്ലാം സെറ്റാണ്. സോ ഡീറ്റെയിൽ വീഡിയോ കണ്ട് നോക്കിയിട്ട് ഈ ഓൾറൗണ്ടർ ഫോണിന് വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കും. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇതിനൊക്കെ പുറമെ നിങ്ങൾ ടോപ്പ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് വേണം. കയ്യിൽ പിടിക്കുമ്പോൾ യൂണിക്കായിട്ട് നൈസായിട്ട് ഇരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ CMO ഫോൺ 2 Pro ഒരു ഡൗട്ടും ഇല്ല. ആ ഫോണിന്റെ ഡിസൈൻ തന്നെ കാണാൻ നൈസാണ്. ഇത്തവണ ലൈറ്റും കാര്യങ്ങളും മാല ബൾബൊന്നും അല്ല അതിനകത്ത്, നന്നായിരിക്കുന്നു ആ ഡിസൈൻ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ പറയുന്നുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കിക്കോളൂ ഡീറ്റെയിൽ ആയിട്ട്. നല്ല നൈസ് ലുക്കുള്ള ഫോണാണ്, ഒന്നാമത് നല്ല ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. 120% AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടും. നത്തിങ് വോയിസ് നൈസാണ്, സ്മൂത്ത് ആണ്, ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. അതിൽ തന്നെ എസെൻഷ്യൽ കീ എന്ന് പറയുന്ന ഒരു കീ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്തിനേയും ക്യാപ്ചർ ചെയ്ത് റിമൈൻഡർ ആയിട്ടോ നോട്ടായിട്ടോ ഒക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന എസെൻഷ്യൽ കീ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതും ഞാൻ അൺബോക്സിംഗ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, കണ്ടു നോക്കിക്കോളൂ, നല്ലതാണ്. Dimensity 7300 Pro എന്ന് പറയുന്ന പ്രോസറാണ് വരുന്നത്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ്. 5000 mAh ബാറ്ററി, 33 വാട്ട് ചാർജിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടക്കം നല്ല സെറ്റപ്പാണ്. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് നൈസായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാം. നത്തിങ് വോയിസ് ഓക്കെയാണ് ആ കാര്യത്തിൽ. എന്നാൽ ഇതിൽ ചില പോരായ്മകളൊക്കെ ഉണ്ട്. ഒന്ന് 5000 mAh ബാറ്ററി. ഈ ഒരു ടൈമിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫോണുകളിൽ 6000-7000 mAh ബാറ്ററിയാണ്, ഇത് 5000 ഉള്ളൂ. ഈ ഒരു ടൈമിൽ വെച്ച് നോക്കുമ്പോൾ 5000 mAh കുറവാണെന്ന് പറയാം. ആക്ച്വലി 5000 mAh ഡീസൻ്റ് ആണ്, പക്ഷേ കുറവാണെന്ന് പറയാം. 33 വാട്ട് ചാർജിങ്, അതും കുറവാണ്. ചാർജർ എത്തവണ ബോക്സിൽ തന്നിട്ടുള്ളതുകൊണ്ട് അതൊരു ആശ്വാസം. എന്നാലും ചാർജിങ് കപ്പാസിറ്റിയും കുറവാണ്, 33 വാട്ടേ വരുന്നുള്ളൂ. പിന്നെ സ്പീക്കർ, ഡുവൽ സ്പീക്കർ ഇല്ല, സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കറാണ് വരുന്നത്. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആണ്. പിന്നെ UFS 2.2 സ്റ്റോറേജ് വരുന്നുള്ളൂ, ഒരു 3.1 ഒന്നും അവർ കൊടുത്തിട്ടുമില്ല. എല്ലാത്തിനും പുറമെ ക്യാമറയിലേക്ക് വന്നാൽ നല്ല ഫോട്ടോസാണ് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ അതിൻ്റെ മെയിൻ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ട് കണ്ടു നോക്കുക. പക്ഷേ ഇതിൽ ഒരു OS സപ്പോർട്ട് വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് എടുത്തില്ലെങ്കിൽ ഷേക്ക് ആവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ഫോട്ടോ ഒത്തിരി ബ്ലർ ആവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. സോ അപ്പോൾ അങ്ങനെ കുറേ അധികം മിസ്സിംഗ് ഈ ഫോണിലുണ്ട്. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പുള്ള, ഡീസൻറ്റ് ബാറ്ററിയുള്ള, നല്ല സ്മൂത്ത് യൂസർ എക്സ്പീരിയൻസ് ഉള്ള വ്യത്യസ്തമായ ഒരു ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും പരിഗണിക്കാം. അടിപൊളി ഐറ്റമാണ്. അൺബോക്സിംഗ് വീഡിയോ കണ്ടു നോക്കിക്കോളൂ, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നൈസ് ആയിട്ടുള്ള സംഭവമാണ്. കുറച്ച് ആക്സസറികളൊക്കെ അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ അതിൻ്റെ ഒരു റീലും നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. നൈസ് സംഭവം. അതാണ് നത്തിങ്. അതാണ് സ്മൂത്ത് എക്സ്പീരിയൻസ് നോക്കിക്കൊണ്ട് ഒരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. CMO ഫോൺ 2 Pro. സോ അപ്പോൾ നമ്മൾ പറയാമെന്ന് പറഞ്ഞിരുന്ന എല്ലാ സംഭവങ്ങളും പറഞ്ഞു. ഇനി ലാസ്റ്റ് നമ്മൾ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ 17-18 റേഞ്ചിൽ പോയി. നമുക്കൊരു 15-16 റേഞ്ചിൽ നിങ്ങൾക്കൊരു ഓൾറൗണ്ടർ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഇൻഫിനിക്സിൻ്റെ നോട്ട് 50S ആണ്. ഇൻഫിനിക്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതിൻ്റെ സർവീസും കാരണം നിങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടോ? ഇതൊക്കെ ആലോചിക്കുക, അന്വേഷിക്കുക. നിങ്ങളുടെ അടുത്തൊക്കെ സർവീസ് ഉണ്ടോ, സർവീസ് കൊള്ളാമോ എന്നൊക്കെ അന്വേഷിക്കുക. ഓക്കെ ആണെങ്കിൽ ഇതൊരു ഓൾറൗണ്ടർ ഫോണാണ്. കാരണം 144 Hz റീഫ്രഷ് ആയിട്ടുള്ള ഈ പറഞ്ഞ ലിസ്റ്റിലെ ഒരേ ഒരു ഫോൺ ഇതാണ്. കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Dimensity 7300 അൾട്ടിമേറ്റ് പ്രോസറാണ്. ഈ പറഞ്ഞ പല ഫോണുകളിലും ഈ പ്രോസർ തന്നെയായിരിക്കുന്നത്. സോ ഈ പ്രോസർ വെച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വരുന്ന ഫോൺ ഇതല്ലെങ്കിലും ഈ ഒരു പ്രൈസ് വെച്ചുകൊണ്ട് ഈ ലിസ്റ്റിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വരുന്നത് ഈ ഒരു ഫോൺ തന്നെയാണ്. സോ ഏറ്റവും നല്ല പെർഫോമൻസും കിട്ടും. അപ്പോൾ 5500 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ചാർജിങ്ങും വരുന്നുണ്ട്. ഡീസൻ്റ് ആണ്, ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഡീസൻ്റ് ആണെന്ന് പറയാം. പിന്നെ പരസ്യ ആപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നന്നാക്കിയിട്ടുണ്ട് അവരുടെ UIയും കാര്യങ്ങളൊക്കെ, ബ്ലോട്ട്വെയർസ് ഒന്നും ഇല്ലാതെ. അതൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇതിൻ്റെ ക്യാമറയൊക്കെ കണ്ടു നോക്കിക്കോളൂ. ക്യാമറ ഇതിൻ്റെ മാത്രമല്ല കേട്ടോ, ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫോണുകളുടെയും ക്യാമറ സാമ്പിൾസ് കണ്ടു നോക്കിക്കോളൂ. കാരണം ഞാൻ നല്ലത് മോട്ടോയുടെ ക്യാമറ നന്നായിട്ടുണ്ട്, ഇൻഫിനിക്സിൻ്റെ ക്യാമറ കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യാം. 15-16 റേഞ്ചിൽ ഒരു ഓൾറൗണ്ടർ ഫോൺ നോക്കുന്നുവെങ്കിൽ ഇതാണ്
നന്നായിരിക്കുക. ഇതിലെനിക്ക് ആകെ അത്ര നല്ലതല്ല എന്ന് ഞാൻ അഭിപ്രായം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ സർവീസ് അത്ര പോരാന്നുള്ളതാണ്. ഒപ്പം തന്നെ എൻ്റെ പേഴ്സണൽ ലിങ്കിൻ്റെ ഡയമണ്ട് കട്ട് ക്യാമറ ഡിസൈൻ വന്നിട്ട് അത്ര ഒരു പ്രീമിയം ഫീൽ തോന്നിയില്ല. ബട്ട് വീഗൻ ലെതർ ഫിനിഷ് ആണ്, അതൊരു നല്ല ഘടകമാണ്. അതേപോലെ ഇതിൻ്റെ ക്യാമറയും അത്ര മികച്ച ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. എങ്കിലും നിങ്ങളത് കണ്ടു നോക്കും, വീഡിയോ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പിടി കിട്ടും. ഇത് എന്തുകൊണ്ട് ഓൾറൗണ്ടർ ആകുന്നുള്ളത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു ഐറ്റം ആണത് ആ പ്രൈസിന്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഓൾറൗണ്ടർ ഫോണുകളും സ്മൂത്ത് എക്സ്പീരിയൻസ് ഉള്ള ഫോണുകളും അതേപോലെ ടോപ്പ് പെർഫോമൻസ് ഗെയിമിംഗ് ഫോണുകളും ഒക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ടായിട്ടാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിനും വിശദമായ വീഡിയോ കണ്ടു നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുക. പിന്നെ ഏത് ഫോൺ എടുക്കുമ്പോഴും സർവീസ് ഒക്കെ നമുക്ക് കിട്ടും അടുത്ത് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇൻഫിനിക്സിന് മാത്രമല്ല, എല്ലാ ബ്രാൻഡുകളുടെയും ഒന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ എടുത്തോളൂ. കാരണം എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മൾ കിടന്ന് ഓടേണ്ട അവസ്ഥ വരരുതല്ലോ. അതുകൊണ്ട് ഡബിൾ ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുക. സോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു ലിസ്റ്റ്. എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.